ഇതൊരു വഞ്ചനയുടെ കഥയാണ്. പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യർ ഇപ്പോഴുമുണ്ട് നമുക്കിടയിൽ. ചിലപ്പോൾ അത് അവരുടെ ജീവൻ തന്നെ എടുത്തേക്കാം. മകളുടെ പ്രായമുള്ള ഒരു പെണ്ണൊരുക്കിയ ട്രാപ്പിൽ അകപ്പെട്ടുപോയ ഒരു റെസ്റ്റോറന്റ് മുതലാളിയുടെ കഥയാണിത്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു റെസ്റ്റോറന്റ് ഉടമയായിരുന്നു സിദ്ദിഖ്. സിദ്ദിഖിന്റെ സുഹൃത്തിന്റെ മകളാണ് ഫർഹാന. സിദ്ദിഖിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഫർഹാനയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു. കഥയിലെ മൂന്നാമത്തെ കഥാപാത്രമാണ് ഷിബിൽ. ഫർഹാനയും ഷിബിലും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവരുടെ സുഹൃത്ത് ബന്ധം ഉണ്ടാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മുമ്പ് ഫർഹാന പോക്സോ കേസിൽ പരാതി നൽകിയിരുന്നു. അത് ഷിബിലിന് എതിരെയായിരുന്നു. അതേ തുടർന്ന് ഷിബിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം വീണ്ടും ഷിബിൽ ഫർഹാനയോട് അടുത്തു. ഷിബിൽ വർഷങ്ങളായി MDMA ഉപയോഗിക്കുന്ന ആളായിരുന്നു. പിന്നീട് ഫർഹാനയും ലഹരിമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് അതിനുവേണ്ടി കൂടുതൽ പണം ആവശ്യമായി വന്നത്. ഷിബിലിനാണെങ്കിൽ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ഫർഹാന സിദ്ദിഖിന്റെ റെസ്റ്റോറന്റിൽ ജോലിക്കായി ഷിബിലിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഷിബിൽ സിദ്ദിഖിന്റെ റെസ്റ്റോറന്റിൽ ജോലിക്ക് കയറുന്നു. ഫർഹാനയുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഷിബിൽ സിദ്ദിഖിന്റെ വിശ്വസ്തനായി മാറി. പിന്നീട് ക്യാഷിന്റെ ഇടപാടുകളൊക്കെ സിദ്ദിഖ് ഷിബിലിനെ ഏൽപ്പിച്ചു. സിദ്ദിഖിന്റെ ATMന്റെ പിന്ന് വരെ അറിയാമായിരുന്നു ഷിബിലിന്. അങ്ങനെ വിശ്വസ്തനായി ഷിബിൽ വളർന്നുവരുന്ന സമയത്താണ് പണം നഷ്ടപ്പെട്ട വിവരം സിദ്ദിഖിന് ലഭിക്കുന്നത്. പക്ഷേ ആരെടുത്തു എന്ന വിവരമൊന്നും സിദ്ദിഖിന് ആദ്യം ലഭിച്ചില്ല. പിന്നീടാണ് റെസ്റ്റോറന്റിലുള്ള വേറൊരു ജീവനക്കാരൻ പറയുന്നത് ഷിബിലിനെ സംശയമുണ്ടെന്ന്. ഷിബിൽ ക്യാഷ് എടുക്കുന്നത് ജീവനക്കാരൻ കണ്ടു എന്നും പറഞ്ഞു. എന്നാൽ സിദ്ദിഖ് ഷിബിലിനോട് ഇത് ചോദിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ ക്യാഷ് കുറയുന്നത് ശ്രദ്ധിക്കുകയും ഷിബിലാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഷിബിലിനെ പറഞ്ഞുവിടാൻ സിദ്ദിഖ് തീരുമാനിക്കുന്നു. എന്നാൽ അദ്ദേഹം നേരിട്ട് ഷിബിലിനോട് ഇത് പറയുന്നില്ല. റെസ്റ്റോറന്റിലെ ഒരു ജീവനക്കാരനോട് പറയാൻ ഏൽപ്പിക്കുകയും അതുവരെ ജോലി ചെയ്ത് സാലറി കൊടുക്കുകയും ചെയ്തു. വെറും 2 ആഴ്ച മാത്രമേ ഷിബിൽ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ വിശ്വസ്തനായി മാറുകയായിരുന്നു ഷിബിൽ. അങ്ങനെ അടുത്ത ദിവസം ഷിബിൽ ജോലി അവസാനിപ്പിച്ച് മടങ്ങുന്നു. ഷിബിൽ ഫർഹാനയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. സിദ്ദിഖിനെ വിളിക്കാനും ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് പറയാനും ഫർഹാന ഷിബിലിനോട് പറയുന്നു. ഷിബിൽ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിദ്ദിഖ് കാറിലായിരുന്നു. അങ്ങനെ വാഹനത്തിലായിരിക്കുമ്പോൾ തന്നെ ഷിബിലിന്റെ കോള് സിദ്ദിഖിന് വരുന്നു. തന്നെ ജോലിയിൽ തിരിച്ചു കയറ്റണമെന്നൊക്കെ ഷിബിൽ പറയുന്നുണ്ട്. ജോലിയിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നും ഇത്രയും വിശ്വസിച്ച് കൂടെ നിർത്തിയത് ഫർഹാനയുടെ ഫ്രണ്ട് ആയതുകൊണ്ടാണെന്നുമൊക്കെ സിദ്ദിഖ് പറയുന്നു. ഫർഹാനയെ കണക്ട് ചെയ്തു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് ഷിബിലിന് മനസ്സിലാവുന്നു. അതിനു മുമ്പ് തന്നെ ഷിബിലും ഫർഹാനയും തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. സിദ്ദിഖിന്റെ കയ്യിൽ നിറയെ പണമുണ്ട്. എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്നും ഹണി ട്രാപ്പ് വഴി അത് കൈക്കലാക്കാമെന്നും. അതുകൊണ്ട് തന്നെയാണ് റെസ്റ്റോറന്റിൽ നിന്നും പോന്ന അന്ന് തന്നെ സിദ്ദിഖിനെ വിളിക്കുന്നത്. ഫർഹാനയെ ഹോട്ടൽ റൂമിൽ കൊണ്ടുവന്ന് തരാമെന്നും ഷിബിൽ സിദ്ദിഖിന് ഉറപ്പുകൊടുക്കുന്നു. ആദ്യമൊന്നും സിദ്ദിഖ് അത് വിശ്വസിച്ചില്ല. പിന്നീട് അന്ന് വൈകുന്നേരം തന്നെ റൂം ബുക്ക് ചെയ്തോളൂ എന്ന് പറയുന്നു. അതുപ്രകാരം സിദ്ദിഖ് ആദ്യം ഒരു റൂം ബുക്ക് ചെയ്യുന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് ഷിബിൽ വിളിക്കുന്നു. 2 റൂം വേണം, ഞാനുമുണ്ട്, സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപ്രകാരം സിദ്ദിഖ് 2 റൂം ആ കാറിലിരുന്ന് തന്നെ ബുക്ക് ചെയ്യുകയാണ്. അങ്ങനെ സിദ്ദിഖ് റെസ്റ്റോറന്റിൽ പോകാതെ നേരെ ബുക്ക് ചെയ്ത റൂമിലേക്ക് കാറുമായി പോകുന്നു. വൈകുന്നേരത്തോടുകൂടി സിദ്ദിഖ് ഹോട്ടൽ റൂമിലെത്തുന്നു. ആ ഹോട്ടലിലാണെങ്കിൽ കാർ പാർക്കിംഗ് ഇല്ല. അത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. റൂമിലെത്തി സിദ്ദിഖ് ഷിബിലിനെ വിളിക്കുന്നുണ്ട്. അവർ എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഫർഹാനയും ഷിബിലും പറയുന്നു. അങ്ങനെ രാത്രിയാണ് അവർ ഹോട്ടലിൽ എത്തിയത്. റൂമിലെത്തി ഷിബിലും ഫർഹാനയും ജോലിയിൽ നിന്ന് പറഞ്ഞുവിട്ടതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇവരുടെ ഇടയിലേക്ക് ആഷിഖ് എന്ന വേറൊരു ഫ്രണ്ട് കൂടി റൂമിലേക്ക് കടന്നു വരികയാണ്. കൂടാതെ ക്യാഷിന്റെ ഇഷ്യൂസും പറഞ്ഞ് സിദ്ദിഖിനെ അവർ ത്രട്ടൻ ചെയ്യുന്നു. ഇതെല്ലാം പറഞ്ഞ് അവർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ്. ഇവരുടെ 3 പേരുടെയും സംസാരം അത്ര പന്തിയല്ല എന്നും
തന്റെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള പരിപാടിയാണെന്നും സിദ്ദിഖ് മനസ്സിലായി. ഫോട്ടോ എടുക്കാനുള്ള ഒരു അറ്റംപ്റ്റും നടത്തിയവിടെ. തുടർന്ന് സിദ്ദിഖിന്റെ ഡ്രസ് ഊരാൻ അവർ ശ്രമിച്ചതിനെതിരെ സിദ്ദിഖ് ശക്തമായി പ്രതിരോധിക്കാൻ തുടങ്ങി. ഇത് മുന്നിൽ കണ്ട ഫർഹാന നേരത്തെ തന്നെ ഒരു ചുറ്റിക ബാഗിൽ കരുതിയിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ മുറിക്കുള്ളിൽ വെച്ച് ഒരു വഴക്കും അടിയും ബഹളവും നടക്കുന്നു. അങ്ങനെ ഫർഹാന ചുറ്റികയെടുത്ത് ഷിബിലിന് കൊടുക്കുന്നു. ആഷിഖ് സിദ്ദിഖിനെ ബലമായി പിടിച്ചു. അങ്ങനെ ഷിബിൽ സിദ്ദിഖിന്റെ തലയുടെ പുറകിൽ 2 അടി ശക്തിയായി അടിക്കുന്നു. അങ്ങനെ സിദ്ദിഖ് താഴേക്ക് വീഴുകയാണ്. അത്ര നേരം സിദ്ദിഖ് പ്രതിരോധിച്ചതിന്റെ ദേഷ്യത്തിൽ ഷിബിലും ആഷിഖും രണ്ടുപേരും മാറി മാറി നെഞ്ചിൽ ചവിട്ടുകയാണ്. അങ്ങനെ വാരിയെല്ല് പൊട്ടി ആന്തരാവയവങ്ങളെ ചറച്ചാണ് സിദ്ദിഖിന്റെ മരണകാരണം. അല്പസമയത്തിനകം സിദ്ദിഖ് അവിടെ തന്നെ കിടന്നു മരിക്കുന്നു. അങ്ങനെ മരണം ഉറപ്പാക്കിയതിനു ശേഷം ഇവർ രണ്ടുപേരും സിദ്ദിഖിന്റെ കയ്യിലുണ്ടായിരുന്ന പണമെടുക്കുന്നു. കൂടാതെ ATM കാർഡും കൈക്കലാക്കുന്നു. ഷിബിലിനാണെങ്കിൽ ATMന്റെ പിന്നടക്കം അറിയാമായിരുന്നു. എവിടെയാണ് മൃതദേഹം സുരക്ഷിതമായി ഉപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചായിരുന്നു പിന്നീട് അവർ ആ റൂമിൽ ഇരുന്ന് തന്നെ ചർച്ച ചെയ്തത്. അവർ 3 പേരും രാത്രി സിദ്ദിഖിന്റെ മൃതദേഹവുമായി ആ റൂമിൽ തന്നെയാണ് താമസിച്ചത്. അങ്ങനെ ആഷിഖിന് ഒരു ഐഡിയ വരുന്നു. പാലക്കാട് അട്ടപ്പാടിയിലുള്ള ഒരു കുന്നിൻ ചെരുവിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആരും ഒരിക്കലും ഇതൊന്നും അറിയില്ല എന്നായിരുന്നു അവർ കരുതിയത്. പക്ഷേ മൃതദേഹം എങ്ങനെ താഴെ എത്തിക്കും എന്നായിരുന്നു അവരുടെ അടുത്ത ചിന്ത. അങ്ങനെ അവർ ഒരു ട്രോളി ബാഗ് വാങ്ങാൻ തീരുമാനിച്ചു. ആഷിഖിനെ അവിടെ ഇരുത്തിയിട്ട് ഫർഹാനയും ഷിബിലും കൂടി ബാഗ് വാങ്ങാൻ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ സിറ്റിയിലെ ഒരു കടയിൽ നിന്ന് ബാഗ് വാങ്ങി അവർ തിരിച്ചു വരുന്നു. എന്നാൽ ആ ബാഗിൽ മൃതദേഹം മുഴുവനായി അവർക്ക് വയ്ക്കാൻ സാധിച്ചില്ല. അങ്ങനെ മൃതദേഹം 2 കഷ്ണങ്ങളായി മുറിച്ച് 2 ട്രോളി ബാഗിലാക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു ബാഗ് കൂടി വാങ്ങാൻ അവർ പുറത്തേക്ക് പോയി. ഇപ്രാവശ്യം ആഷിഖും കൂടിയുണ്ടായിരുന്നു അവരുടെ കൂടെ. മൃതദേഹം മുറിക്കാൻ മരമൊക്കെ മുറിക്കുന്ന കട്ടറും കൂടി അവർ വാങ്ങി. അതിനുശേഷം ആഷിഖിന്റെ മണ്ണാർക്കാട് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഷിബിലും ഫർഹാനയും കൂടി റൂമിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. അതിനിടയ്ക്ക് കട്ടറിന്റെ സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാൻ ബാത്റൂമിലെ എല്ലാ ടാപ്പും ഓണാക്കി ഇടുന്നുണ്ട്. അങ്ങനെ മൃതദേഹം ബാത്റൂമിലേക്ക് കൊണ്ടുവന്ന് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് 2 ട്രോളി ബാഗിലാക്കുന്നു. വെള്ളം ഉപയോഗിച്ച് അവിടെയെല്ലാം വൃത്തിയാക്കി അവിടെ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റും എടുത്ത് ട്രോളി ബാഗിലാക്കുന്നു. സിദ്ദിഖിന്റെ ഫോണും ബാഗിലെടുത്തിടുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം 3:30 സിദ്ദിഖിന്റെ കാറിൽ തന്നെ മൃതദേഹം കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ആ സമയം റിസപ്ഷനിൽ ഓൾറെഡി പണമൊക്കെ അടച്ചിരുന്നത് കൊണ്ട് തന്നെ അവരാരും കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. ഷിബിലും ഫർഹാനയും കൂടി 2 ട്രോളി ബാഗും കാറിന്റെ ഡിക്കിയിൽ വയ്ക്കുന്നു. അവിടെ അടുത്തുള്ള വേറൊരു കടയിലെ CCTVയിൽ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ കേസിൽ നിർണായകമാകുന്നത്. ഹോട്ടലിന്റെ ഉടമയ്ക്കും ജീവനക്കാർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അഗളിയിലേക്ക് അവർ പോകുന്നു. അങ്ങനെ അട്ടപ്പാടി ചുരത്തിൽ ഇവർ ആ ബാഗ് ഉപേക്ഷിക്കുന്നു. കോഴിക്കോട് നിന്ന് അട്ടപ്പാടിയിലേക്കുള്ള യാത്രാമധ്യേ പല ATMിൽ നിന്നായി അവർ പണം പിൻവലിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടുകാർ വിചാരിച്ചിരുന്നത് സിദ്ദിഖ് തന്നെ പല സ്ഥലങ്ങളിലായി പണം വിഡ്രോ ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ടാണ് സിദ്ദിഖ് ജീവിച്ചിരിപ്പുണ്ട് എന്ന നിഗമനത്തിൽ ആദ്യം അന്വേഷണം നടത്തിയത്. സിദ്ദിഖിന്റെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തപ്പോഴും ബന്ധുക്കൾ വിചാരിച്ചിരുന്നത് എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ്. ആ ഹോട്ടലിലെ പരിസരത്തുള്ള CCTV ക്യാമറയിൽ നിന്നാണ് പോലീസിന് ആദ്യത്തെ തെളിവ് കിട്ടുന്നത്. സിദ്ദിഖ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നു എന്ന് ഫോൺ ടവറിൽ നിന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ അന്വേഷിച്ചപ്പോൾ സിദ്ദിഖ് അവിടെ വന്നിരുന്നു എന്ന് വ്യക്തമായി. പക്ഷേ തിരിച്ചുപോയത് വ്യക്തമായില്ല. സിദ്ദിഖിന്റെ കാറിൽ ഷിബിലും ഫർഹാനയും 2 ട്രോളി ബാഗ് എടുത്തുകൊണ്ടു പോകുന്നത് CCTVയിൽ കാണുന്നുണ്ട്. അവിടെയായിരുന്നു ഇരുവരിലേക്കുമുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചത്. പിന്നീട് അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അവർ 2 പേരും കേരളത്തിലില്ല എന്ന് മനസ്സിലാക്കി. പിന്നീടാണ് ആഷിഖിലേക്ക് പോലീസിന്റെ അന്വേഷണമെത്തുന്നത്. പിന്നീട് ഇവർ വിഡ്രോ ചെയ്ത ATMന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലൊന്നും സിദ്ദിഖില്ല എന്ന് മനസ്സിലാക്കി. പിന്നീട് 2 പേരെയും ചോദ്യം ചെയ്യുന്നു. പിന്നീടാണ് ഇതൊരു കൊലപാതകം ആണെന്നും ഇവരാണ് അതിന് പിന്നിലെന്നും മനസ്സിലാക്കിയത്.
അങ്ങനെ ആഷിഖിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് മധുരയിൽ നിന്ന് കേരള പോലീസിന്റെ ഒരു സംഘം അവരെ കസ്റ്റഡിയിലെടുക്കുന്നു. കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് കൃത്യം നടത്തിയ ഹോട്ടലിലെത്തി കൊലപാതകം എങ്ങനെയാണ് നടന്നതെന്ന് പോലീസിന് പ്രതികൾ കാണിച്ചു കൊടുക്കുന്നു. ഹണി ട്രാപ്പ് ആണെന്ന് അവർ തുറന്ന് സമ്മതിക്കുന്നു. അതിനെ എതിർത്തതാണ് സിദ്ദിഖിനെ കൊലപ്പെടുത്താൻ കാരണമെന്ന് അവർ സമ്മതിക്കുന്നു. ശരീരം ട്രോളി ബാഗിലാക്കി അട്ടപ്പാടിയിലെ കുന്നിൻ ചെരുവിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചുവെന്ന് അവർ മൊഴി നൽകുന്നു. പ്രതികൾക്കൊപ്പം സ്ഥലത്തെത്തിയ പോലീസ് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ബാഗുകൾ കല്ലുകൾക്കിടയിൽ നിന്ന് കണ്ടെടുത്തു.